ഈ പെങ്കച്ചത് എങ്ങോട്ടാ ഈ നേരത്ത് എന്നല്ലേ വിചാരിക്കുന്നത്? ഇത് വേറെ എങ്ങോട്ടും അല്ല, ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി പോകുന്നൊരു പോക്കാണ്. മനസ്സ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ഇതേ ഈ നടയുടെ മുന്നിൽ വന്ന് നിന്നാൽ ഞാൻ ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ എന്ന് തന്നെ വേണേൽ പറയാം. എൻ്റെ എന്തോ ഭയങ്കര ഭാഗ്യം എന്ന് വേണേൽ പറയാം. എൻ്റെ ഞാൻ ജനിച്ച വീടും ഈ അമ്പലവും തമ്മിൽ ഒരു 100-150 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ പണ്ട് മുതലേ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇവിടെ വന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു പരാതിപ്പെട്ടിയായിരുന്നു ഞാനെന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനക്കേടാം. അപ്പോൾ കല്യാണം കഴിച്ചതും ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരെ ആയത് കാരണം എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്നോടി ഇവിടെ വരാം. പക്ഷേ ട്രൂ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നു ഇപ്പം എനിക്ക് വരാൻ പറ്റുന്നില്ല. പണ്ട് ഞാനെപ്പോഴും ഓഫീസിൽ ഒക്കെ എൻ്റെ കൂടെയുള്ള ചേച്ചിമാരോടൊക്കെ പറയും, പണ്ട് തിങ്കളാഴ്ച ഒരമ്പലം, ചൊവ്വാഴ്ച ഒരമ്പലം, ബുധനാഴ്ച ഒരമ്പലം, ശനിയാഴ്ചയാണ് എന്തായാലും മഹാദേവനെ കാണാൻ പോകും എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാനിപ്പം ആണ്ടിനും സംക്രാന്തിക്കും പോലും ഒന്ന് അമ്പലത്തിൽ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ വേണമെന്ന് വെച്ചാൽ പറ്റും കേട്ടോ, പക്ഷെ എന്തോ അങ്ങനെ നടക്കാറില്ല, അതാണ് സത്യം. പക്ഷേ ഇതിപ്പം ഈ സമയത്ത് വന്നത് കാരണം ആരാധന തൊഴുതു, ഒരു അടച്ചു പൂജ, നമ്മുടെ അത്താഴ പൂജ തൊഴുതു, പുറത്ത് ശിവേലി തൊഴുതു, തൃപ്പുക തൊഴുതു, അങ്ങനെ അമ്പലം അടച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. പക്ഷെ ആളും പേരും ഒന്നും ഇല്ല എന്നല്ല, അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. കാരണം കർക്കിടക മാസമാണല്ലോ, അപ്പോൾ രാമായണം വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാമായണം അതിൻ്റെ സമർപ്പണം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് അത്യാവശ്യം തിരക്കും. പുറത്ത് ശിവേലിയൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഈ സമയത്തൊക്കെ ഇത്ര ആളുകൾ അമ്പലത്തിലുണ്ടാവുമെന്ന്. അങ്ങനെ എന്തായാലും കുറേ പരാതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു മനസ്സമാധാനം. സത്യത്തിൽ ഭയങ്കര ഒരു മനസ്സ് ഫുള്ളായി ഫില്ലായി എന്ന് പറയില്ലേ, ആ ഒരു ഫുൾഫിൽനെസ്സിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ ഒരു ഫുൾഫിൽനെസ് എപ്പോഴും ഈ അമ്പലം വിട്ട് ഇതിൻ്റെ പടി ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ ഒരു മുഖത്തുണ്ട്. അത് കാരണം ഞാൻ അങ്ങനെ ഭയങ്കര ക്ലംസി ആയിട്ടിരിക്കുമ്പോഴോ ഒന്നും മൂഷാട്ട സ്വഭാവമൊക്കെ കാണിക്കുമ്പോഴോ എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, ഈ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വാ എന്ന് പറയും. അത് എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ ഏറ്റവും വലിയ മെഡിസിൻ ഇതാണെന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, ഭയങ്കര വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇന്ന് ഇറങ്ങിയത്. അങ്ങനെ വന്നൊരു അർച്ചനയൊക്കെ കഴിച്ച് ശ്രീബലിയൊക്കെ തൊഴുതു, തൃപ്പുകയൊക്കെ തൊഴുതു. തൃപ്പുക ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിൽ. നമ്മുടെ കറോട് മഹാദേവ ക്ഷേത്രമാണ്, കണ്ടെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പം അമ്പലപ്പുഴ അമ്പലത്തിൽ തൃപ്പുക തൊഴാൻ പോകണമെന്ന് ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചേട്ടനോട് പറയുമായിരുന്നു. പണ്ട് അമ്മയായിട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം വരാത്ത ദിവസങ്ങളേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ പറ്റാത്ത സമയങ്ങളിൽ മാത്രമേ ശനിയാഴ്ച ദിവസങ്ങളിൽ മിസ്സായിട്ടുണ്ടാവുള്ളൂ. എന്താന്ന് പറഞ്ഞാലും ശനിയാഴ്ച മഹാദേവനെ കാണാൻ മസ്റ്റായിട്ടും പോകുമായിരുന്നു. ഞാനൊരു മഹാദേവൻ ഭക്തി ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷെ ചെറുതിലേ മുതലേ ഞാൻ ഭയങ്കര ഒരു ശിവഭക്തിയാണ്. അത് അന്നും അതെ, ഇന്നും അതെ, എപ്പോഴും അതെ. എന്നാൽ എൻ്റെ തൊട്ടടുത്ത് വേറെ അമ്പലങ്ങളുണ്ട്, പക്ഷെ എന്തോ എനിക്കിഷ്ടമാണ്. ഓക്കെ, ബൈ.